ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പനയന്നാർക്കാവ്. ശ്രീ വലിയ പനയന്നാർക്കാവ് ക്ഷേത്രത്തിന്റെ കവാടം കടന്നു ചെല്ലുമ്പോൾ തന്നെ ഭദ്രകാളിയുടെ മനോഹരമായ ഒരു ബിംബമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയുടേതാണ്. അതോടൊപ്പം തന്നെ മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിതമാണെന്നാണ് ഐതിഹ്യം. പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തന്നെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ശിലാസ്തൂപങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചുവരുകളിൽ മനോഹരമായ ചുവർ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. രുരുജിത് വിധാനത്തിലുള്ള ക്ഷേത്ര നിർമ്മിതിയാണ് ഇവിടെയുള്ളത്. മഹാദേവന്റെ ശ്രീകോവിലിന് തെക്ക് വശത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവതിയെ ആദ്യം പ്രതിഷ്ഠിച്ചത്. ദാരികവധത്തിനായി ഏറ്റവും കോപത്തോടുകൂടി നിന്നിരുന്ന ആ ധ്യാനത്തിലാണ് ഭദ്രകാളി പ്രതിഷ്ഠാ സങ്കല്പം. ആ പ്രതിഷ്ഠ അവിടെ അത്യുഗ്രമൂർത്തിയായി തീർന്നു. പിന്നീട് ഭഗവതി പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായി ഒന്നുകൂടി പ്രതിഷ്ഠിച്ചു. അത് ദാരികാവധത്തിന് ശേഷം കാളി രക്താഭിഷിക്തയായി കോപത്തോടെ യുദ്ധഭൂമിയിൽ നിന്നിരുന്ന ധ്യാനത്തോടു കൂടിയായിരുന്നു പ്രതിഷ്ഠ. അവിടെയും ഭഗവതി ഏറ്റവും ഭയങ്കരിയായി തന്നെയാണ് പരിണമിച്ചത്. ഈ പ്രതിഷ്ഠ സപ്തമാതൃക്കളുടെ കൂട്ടത്തിൽ വീരഭദ്രൻ, ഗണപതി എന്നീ മൂർത്തികളോട് കൂടിയാണ് നടത്തിയിരുന്നത്. ഈ ബിംബത്തിലാണ് ഭഗവതിക്ക് ചാന്താട്ടം മുതലായ പൂജകൾ നടത്തുന്നത്. കാളിയുടെ ശക്തി ക്രമത്തിലധികം വർദ്ധിച്ചതിനാൽ കിഴക്കേ നട എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു. ഭദ്രകാളി, കൊടുങ്കാളി, ഭൂതകാളി എന്നിവരുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ആവാസ സ്ഥാനമായ 5 കാവുകളാണ് ഇവിടെ ചുറ്റുപാടുകളിലായി കാണുന്നത്. പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തായി സപ്തമാതൃ സങ്കല്പത്തിൽ സപ്തകന്യകളെ കാണാൻ സാധിക്കും. 7 വെറ്റിലക്കാരികൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒപ്പം രോഗശാന്തിക്കായി നിലകൊള്ളുന്ന ദാരുശില്പവും കാണാം. പനയന്നാർക്കാവിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകിയാണ് പ്രധാന ക്ഷേത്രമായ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അഘോരമൂർത്തിയാണ് പ്രതിഷ്ഠാസങ്കല്പം. പനയന്നാർക്കാവിൽ പടിഞ്ഞാറ് വശത്തുകൂടി പുണ്യനദിയായ പമ്പാ നദി ഒഴുകുന്നു. നദിക്ക് അഭിമുഖമായാണ് ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവന്റെ ശ്രീകോവിലിന് നേരെ പടിഞ്ഞാറ് വശത്ത് ഒരു ബലിക്കൽപുരയുണ്ട്. ശിവക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് ശ്രീ ഭദ്രകാളിയെ പനയന്നാർക്കാവിൽ കുടിയിരുത്തിയിരിക്കുന്നത്. കടമറ്റത്തു നിന്നുള്ള കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയമ്മയും ഇവിടെ കുടികൊള്ളുന്നു എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാണക്കാവ് എന്ന പേരിൽ സർപ്പക്കാവ് കാണാം. ഇതാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം. വള്ളിയറ ക്ഷേത്രം. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്ര നിർമ്മിതി ശ്രീ മഹാദേവന് പ്രാധാന്യം നൽകിയാണ് കാണുന്നത്. ഭദ്രകാളി ശക്തി സ്വരൂപിണിയായതിനാലാവാം പനയന്നാർക്കാവിലെ പരമശിവൻ വളരെ ശാന്തസ്വരൂപനാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പനകളുള്ള പനയന്നൂർക്കാവ് എന്ന ഇവിടം ലോപിച്ച് പനയന്നൂർക്കാവായി മാറി.